പുറകിലിരുന്ന് ആരോ ഒരാൾ ഈ ഒരു പട്ടിയുടെ ഒരു കുര വരച്ചു. സാർ ഇങ്ങനെ എഴുതി തിരിഞ്ഞ് നോക്കുന്നത് എൻ്റെ മുഖത്തെ നോക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനല്ല. വീണ്ടും ക്ലാസ് തുടങ്ങി, പുള്ളി എഴുതാൻ തുടങ്ങി. പുറകിൽ നിന്ന് ഇതേപോലെ അടുത്ത ശബ്ദം. വീണ്ടും മാഷ് തിരിഞ്ഞു നോക്കുന്നത് തന്നെയാണ്. ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അല്ല സാറേ, സൈലൻസ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ പുറകിലിരിക്കുന്ന അവർ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. വീണ്ടും ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും അടുത്ത ശബ്ദം വന്നു. ഇതേപോലെ പശുവിൻ്റെ കരച്ചിലായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രസാദ് ഔട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഒന്നും പറയണ്ട, ഔട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു മിമിക്രി കലാകാരനായതുകൊണ്ട് വേറെ ഏത് കുട്ടി വന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എന്നെ പിടിച്ചാൽ പുറത്തിറക്കിയത്. ഒരു 2 പ്രാവശ്യം ഇതേപോലെ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി. എന്നിട്ട് ഞാനത് കഴിഞ്ഞിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയൊക്കെ പ്രൈസ് കിട്ടി ഏതൊരു ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ ഒരു ഗോമസ് സാർ എന്നെ പുറത്തിറക്കിയിട്ടുണ്ട്, ഈ സാർ എന്തെങ്കിലും ഇത് വായിക്കുന്നുണ്ടെങ്കിൽ പറയണം. അന്നും ശബ്ദം ഉണ്ടാക്കിയത് ഞാനല്ല, വേറെ കുട്ടികളായിരുന്നു ശബ്ദം ഉണ്ടാക്കിയത്. പക്ഷെ അതിനൊക്കെ ഈ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊരു മൈനസ് പോയിൻറ്റും കൂടെ ഉണ്ട്. എന്നെ പലപ്പോഴും ക്ലാസ്സിന് പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട് ഈ ശബ്ദം പുറയുന്നത്. എനിക്കിപ്പോഴും ആരാണ് ആ ശബ്ദം ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴും അറിയില്ല. 2-3 പേര് എനിക്ക് സംശയമുണ്ട്, പക്ഷേ എനിക്ക് പിടികിട്ടിട്ടില്ല ഇപ്പോഴും അത് ആരാണ് പുറയുന്ന ശബ്ദം ഉണ്ടാക്കിയതെന്ന്.